ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാനായിട്ട് ഇല്ലേ മോനിച്ച? ആർക്കും അത് അടയ്ക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ദൈവം അടച്ചാലോ ഓപ്പോസിറ്റ്, ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഏത് വലിയ കൃപാവരമുള്ള പാസ്റ്റർക്കും അതിനെ ശാസിച്ചാലും അത് എന്ത് ചെയ്യത്തില്ല, തുറക്കത്തില്ല. അത് ദൈവം അടച്ചതാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഈ 40-ൽ ഒരു വാതിൽ തുറക്കും. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്ന വിശ്വാസത്തോടുകൂടെ നിങ്ങൾ എന്ത് യാചിച്ചാലും അത് നടക്കും. ഈ മല നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അതെന്ത് ചെയ്യും? നീങ്ങിപ്പോകും. അപ്പം നമ്മൾ പറയുന്നതിനകത്ത് നമുക്ക് എന്തോ വേണം? വിശ്വാസം വേണം. വിശ്വാസം ഉള്ളിൽ തട്ടിയിട്ട് വേണം നമ്മൾ ദൈവത്തോട് പറയാൻ. അതിന് എബ്രായ ലേഖനത്തിൽ പറയുന്നത് സാറ ദൈവത്തിൽ വിശ്വസിച്ചു. ഉൽപാദന ശേഷി നഷ്ടപ്പെട്ടിട്ടും ഒരു സ്ത്രീ പ്രസവിക്കുന്നൊരു സമയമുണ്ട്, സീസണുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ പാടാണ്. അപ്പോൾ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടിട്ടും ഗർഭപാത്രം ഒട്ടിയിട്ടും ഇനിയൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ആ ഗർഭപാത്രത്തിന് ശക്തിയില്ല എന്ന് മെഡിക്കൽ അവളെ നോക്കി പറഞ്ഞു നിൽക്കുക. പക്ഷെ അവിടെയാണ് ദൈവപദ്ധതി ആരംഭിച്ചത്. എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് സാധ്യതയ്ക്കകത്ത് നിന്നല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധ്യതയ്ക്കകത്ത് നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങും നടന്നിട്ടില്ല. എന്നാൽ അസാധ്യതയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ജനത്തിന് അക്കരെ പോകാൻ പറ്റില്ല, ഒരു സാധ്യതയില്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ കാലയിൽ എത്തിക്കുത്തി നോക്കിയാൽ അക്കരെ കാണാൻ പറ്റത്തില്ല. കടൽ അനന്തമായിട്ട് കിടക്കുകയാണ്. ഇനിയും ഏണി വെച്ച് നോക്കിയെന്ന് പറഞ്ഞാലും കാണാനായിട്ട് പറ്റത്തില്ല. ഈ ആലപ്പുഴ ചെല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നിങ്ങൾ കണ്ടുണ്ടാവും. ഈ ലൈറ്റ് ഹൗസ് വെച്ചിരിക്കുന്നത് അങ്ങ് ഉൾക്കടലിൽ പോയി മീൻ പിടിച്ചിട്ട് കയറി വരുന്ന കര കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഉൾക്കടലിൽ നിൽക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ ഈ പ്രകാശം കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി കര എന്ത് ചെയ്തു, അടുത്തു, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന്. പക്ഷെ അതിൻ്റെ മണ്ട കയറി നിന്നാലും കടലിൻ്റെ അക്കരെ കാണാൻ പറ്റത്തില്ല. കണ്ണിന് അനന്തമായി കിടക്കുന്ന ജലസാഗരത്തെയാണ് കടലെന്ന് വിളിക്കുന്നത്. നദി അതല്ല, ഇക്കരെ നിന്നാൽ അക്കരെ എന്ത് ചെയ്യാം, കാണാം. അപ്പം കണ്ണിന് അനന്തമായി കിടക്കുന്ന ഇക്കരെ നിന്നാൽ അക്കരെ കാണാൻ പറ്റാത്ത വിഷയത്തെ ഒരു വടി കൊണ്ട് പിളർന്നിട്ട് അസാധ്യതയ്ക്കകത്ത് സാധ്യത വെളിപ്പെടുത്തിയെന്ന്. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും വിഷയത്തിൽ അസാധ്യത നീ അനുഭവിക്കുന്നെങ്കിൽ ആ അസാധ്യത നിന്നെ ഫീൽ ചെയ്യുന്നത് നിന്നെ ക്ഷീണിപ്പിക്കാനല്ല, 23 മറുപടി കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കാനല്ല. അതിനകത്ത് ഈ പ്രാർത്ഥനയുടെ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഞാൻ വെച്ചിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഈ വിഷയത്തിന് ഓരോ ദിവസം കൂടുന്തോറും 20, 21, 22, നാളെ 24, പിന്നെ 25 അസാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ വർദ്ധിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്തോണം. അതിനകത്താണ് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നത്. അതിനകത്ത് എന്തോ വെളിപ്പെടും? ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ഭക്തന്മാരുടെ ജീവിതം പഠിക്ക്, ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ പഠിക്ക്. പഴയ നിയമത്തിൽ നിങ്ങളൊന്ന് പരതിക്ക്, പുതിയ നിയമത്തിൽ നിങ്ങളൊന്ന് പരതിക്ക്. ഇല്ലെങ്കിൽ വേണ്ട, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ദൈവദാസന്മാരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനായിരിക്കുക, അമ്മയായിരിക്കുക, സഹോദരങ്ങളായിരിക്കുക, അവരുടെ ഹിസ്റ്ററി ഒന്ന് നോക്കിക്കേ. ഇനി അങ്ങോട്ടെങ്ങും പോകണ്ട, നമ്മുടെ പഴയകാലം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്തെല്ലാം അസാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. നമ്മൾ അസാധ്യമെന്ന് പറഞ്ഞ് നമ്മളെ നോക്കി പറഞ്ഞ് അവിടെ നിൽക്കട്ടെ, അതിപ്പോഴും പറയുന്നുണ്ട്. നമ്മളെ നോക്കി പറയും ഇവൻ നന്നാകത്തില്ല, ഇവൻ ശരിയാവത്തില്ല, ഇവൻ്റെ കൊച്ചോ അത് ഗതി പിടിക്കാൻ പോകുന്നില്ല, നമ്മളെ നോക്കി പറയുന്നേ, അതവിടെ നിൽക്കട്ടെ. നമ്മളെ നോക്കി പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, പറഞ്ഞിട്ടില്ലേ?
ചില വിഷയങ്ങളുടെ മുമ്പിൽ. ഇത് എന്നെ കൊണ്ട് കൈൻ്റെ ഒരാൾ പറഞ്ഞതാ. അങ്ങനെ ഉണ്ടോ അമ്മാമ്മേ ശരീരത്തിൽ? എന്താ പറയുന്നത് പാസ്റ്റർ, ഇത് എന്നെ കൊണ്ട്? നമ്മളെ നോക്കി പറയുക ഇത് എന്നെയും കൊണ്ടേ പോകൂ. പക്ഷെ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രവാചക ശിക്ഷ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: മക്കളെ പിടിക്കാനായിട്ട് കടക്കാർ വന്ന് നിൽക്കുക, പിടിച്ചുകൊണ്ട് പോയി അടിമകളാക്കും, അവർക്കിഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കുഞ്ഞു കുട്ടികളാ അവരെ ഇട്ട് പണി ചെയ്യിപ്പിക്കും. എൻ്റെ ഭർത്താവ് മരിച്ചു, ജീവിച്ചിരുന്നപ്പോൾ ദൈവഭക്തനായിരുന്നു, നിൻ്റെ ദാസനായിരുന്നു എൻ്റെ ഭർത്താവ്. എന്നാ സാക്ഷിയാ നോക്കിക്കേ, എന്നാ സാക്ഷിയാ ഇല്ലയോ കൊച്ചോൻ പാസ്റ്ററെ? ആ ആൻറ്റി പറഞ്ഞ സാക്ഷ്യം മരിച്ചിട്ട് കുറേ കാലമായി. ഇന്നോ ഇന്നലെയോ മരിച്ചിട്ട് വന്ന മരണ വീട്ടിൽ നിന്നല്ല അവൾ വന്നേ. അവൾ പറഞ്ഞ പദം ഇങ്ങനെയാണ്: എൻ്റെ ആ മനുഷ്യനെ പറ്റി അവൻ എൻ്റെ ഭർത്താവായിരുന്നെന്ന്. ആരായിരുന്നു? എൻ്റെ ഭർത്താവ്. എന്നിട്ട് അവൾ പറയുക ദൈവത്തിൻ്റെ ഭക്തനായിരുന്നെന്ന്. എന്നിട്ട് പ്രവാചകനോട് പറയുക നിൻ്റെ ദാസനായിരുന്നെന്ന്. ആക്കിക്കേ, സഭക്കാരല്ല പറഞ്ഞേ. മരിച്ചു കിടക്കുന്ന ബോഡിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന സ്ഥലം എവിടെയാണ്? പക്ഷെ അതല്ല, മരിച്ചു കഴിഞ്ഞിട്ടും ഞാൻ പണ്ടൊരു ശവടക്കിന് പോയിട്ടുണ്ട്. പുള്ളി മുക്കുടിയനാ, ഒരു രക്ഷയില്ല. ആ മനുഷ്യൻ മരിച്ചു കിടന്നപ്പോൾ ഭാര്യയെ പറഞ്ഞ സാക്ഷ്യം, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളായിരുന്നു. ഒരു സ്നേഹവും ഇല്ലായിരുന്നു, എനിക്കറിയാം. ഒരു സ്നേഹവും ഇല്ലായിരുന്നു. പണ്ടൊരിക്കലും മരണ വീട്ടിൽ ഒരു വിഷയം, അച്ഛനിങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ഉള്ള പാസ്റ്റർമാർ മുഴുവനും കയറി ഇറങ്ങി അനുശോചനം പറയുക. പറഞ്ഞു വന്നപ്പോഴത്തേന് അമ്മാമ്മ ഭാര്യ പിള്ളേരോട് പറഞ്ഞു, മോനെ ഒന്ന് എഴുന്നേറ്റ് നോക്കിക്കുക, നമ്മുടെ അച്ഛനാണോ കിടക്കുന്നതെന്ന്. കാരണം നമ്മുടെ അച്ഛനെ പറ്റി ഇത്രയൊന്നും പറയാനായിട്ട് ഇല്ല. ഈ അച്ഛനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഉപദേശിമാരെ ഒന്ന് പറയുന്നേ, ഒരു ബന്ധവുമില്ല. കഴിഞ്ഞിടയ്ക്ക് ഞാനോട് ചോദിച്ചത്, ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ഇനിയും ചത്ത് കിടക്കുന്ന ആൾ വരത്തില്ലല്ലോ പറയാൻ, ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ നോക്കിക്കേ, അതവിടം കൊണ്ട് തീർന്നു. പിന്നെ പറച്ചിലൊന്നുമില്ല, പിന്നെ ഒരു പറച്ചിലുമില്ല. ഓർത്തു അത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടോ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ എന്നും ഓർത്തിരിക്കുകയാണെന്ന്? ഇല്ലയോ? ചിലപ്പോഴൊക്കെ ഓർക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മറക്കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല? ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവം എന്ത് ചെയ്യത്തില്ല? മറക്കത്തില്ല. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ അസാധ്യതയ്ക്കകത്ത് സാധ്യത ഒരുക്കും. 23-ാം ദിവസം ഞാൻ പറയട്ടെ, ഞാൻ ശാന്തമായിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ആവേശം കാണിക്കാൻ ദൈവാത്മാവ് തരുവാണെങ്കിൽ ഞാൻ ചാടി എഴുന്നേക്കും. അല്ല ഇങ്ങനെ ഇരുന്ന് പറയും. പക്ഷെ ദൂതിന് കുറവ് വരത്തില്ല. പറയുന്ന ദൂത് കർത്താവ് തന്നിട്ടേ നിങ്ങളെ വിടത്തുള്ളൂ. സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ അടയുമ്പോൾ അത് നിങ്ങളെ തകർച്ചയ്ക്കല്ല, മറ്റൊരു സാധ്യത ഒരുക്കി എടുക്കാനാണ്. ഉദാഹരണം പറയാം. യേശുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു ധാരാളം ആളുകളെ സൗഖ്യമാക്കി. യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ വന്ന ആരും തിരികെ ആ രോഗവും ആ ചൊറിയും പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. എല്ലാവരും സൗഖ്യമായിട്ടാണ് പോയത്. പക്ഷെ ഒരിക്കൽ 4 പേര് ചുമന്നുകൊണ്ടൊരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? കൊണ്ടെത്തിച്ചു. യേശു ഒരു വീട്ടിലായിരിക്കുന്നേ. ആ വീട്ടിൽ വന്ന സകലരെയും യേശു സൗഖ്യമാക്കി. പക്ഷെ ഈ 4 പേര് ചുമന്നുകൊണ്ട് വന്ന വ്യക്തിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കാൻ ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയുമില്ല. അതേപോലെ തിക്കും തിരക്കുമാണ്, ഒരു സാധ്യതയും ഇല്ല. ഭയങ്കര പുരുഷാരം വരുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടിട്ട് പറയും അടുക്കാൻ പറ്റത്തില്ല, ഞങ്ങളിങ്ങി പോകുന്നെന്ന് പറയത്തില്ലേ? അതേപോലെ ഈ 4 പേരും പറയാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നേ. എൻ്റെ ദൈവമേ, അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല, എന്നെ ആളാണെന്നറിയോ, പിന്നെ ഞങ്ങളിങ്ങി പോകുന്നു, അപ്പോൾ കൊണ്ടുപോയി ആളുടെ അവിടെ കിടപ്പുണ്ടെന്ന് പറയും. പക്ഷെ അവിടെ അങ്ങനൊരു സാധനം പറഞ്ഞില്ല. അവരവിടെ ചെയ്തത് എന്താണെന്നറിയാമോ?
ആ അസാധ്യതയെ അവർ സാധ്യതയായിട്ട് കണ്ടു. എന്നിട്ട് ആ ചുമട്ടുകാര് അവനെ എന്ത് ചെയ്തു? വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴെ എന്ത് ചെയ്തു? ഇറക്കി. ഞാൻ പലപ്പോഴും ചെന്നിട്ടുണ്ട്, അത് ഇവിടെ നടക്കുകയായിരുന്നെങ്കിൽ മേൽക്കൂര പൊളിക്കേണ്ട ഒരു കാര്യവും. ഒരാളെ നന്നായിട്ട് ഇറക്കാനുള്ള വകുപ്പൊക്കെ കുഞ്ഞാറാച്ചാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പൊളിക്കാൻ ഒന്ന് വീട്ടുകാരെ സമ്മതിക്കണം. വീട് പൊളിക്കാൻ എന്ത് ചെയ്തു? അതാ യേശു വന്നുള്ള സ്നേഹം. അതാ യേശു വന്നില്ലേ വീട്ടിൽ. അതുകൊണ്ട് ആ വീട്ടുകാർ പറയത്തില്ലേ, കഴിഞ്ഞ ആഴ്ചയോടെ ഞാൻ പണി ചെയ്ത് വെച്ച അമേരിക്കയിൽ നിന്ന് കൊച്ചയച്ചെന്ന പൈസ ഞാൻ ചോറ് പോലും കഴിക്കാതെ വാങ്ങിച്ചു വെച്ച പൈസ കൊണ്ട് ഇത് പൊളിക്കാനാണ് പണി നോക്കാൻ നമ്മളാണല്ലോ എന്ത് ചെയ്തേനെ. പക്ഷെ വീട്ടുകാർ പൊളിക്കാൻ കൊടുത്തത് തന്നെ ഭയങ്കര സംഭവമാണ്. അത് അനുഗ്രഹമാണ്. യേശുവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. വീട് മേൽക്കൂര പൊളിക്കേണ്ടി വന്നാലും പൊളിച്ചോണം. ആ ആ ആ സ്തോത്രം പറഞ്ഞേ. ഇന്നലകളിൽ ചെയ്തില്ലേ? പിടിച്ചു വെച്ചത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തില്ലേ? അതിനെല്ലാം എന്തോ ഉണ്ട്? പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. അപ്പോൾ വീട് പൊളിച്ചു. അസാധ്യതകളെ സാധ്യതയാക്കുന്ന ഒരു പോയിന്റ് അവിടെ കിടക്കുന്നേ. വീട് പൊളിച്ചു. വീടെന്ന് പറഞ്ഞാൽ മേൽക്കൂര പൊളിച്ചു, കെട്ടിയിറക്കി. അവിടെ എഴുതിയിരിക്കുന്ന ചുമട്ടുകാരുടെ വിശ്വാസം കണ്ടിട്ട് യേശു എന്ത് ചെയ്തു? സൗഖ്യം ആക്കി. ചുമട്ടുകാരുടെ വിശ്വാസം കണ്ടിട്ട്. അവിടുത്തെ ചുമട്ടുകാരുടെ വിശ്വാസം എന്താണെന്നറിയാമോ? ഈ വ്യക്തി പക്ഷപാതക്കാരനാണ്. നമ്മുടെ ഇപ്പോഴത്തെ ചുമട്ടുകാർ കുറേ പേരുണ്ട്, അതിനകത്തൊന്നും നടക്കത്തില്ല. അത് ഞാൻ പറയാം എന്താന്ന്. രാവിലെ ചൂലും കൊണ്ട് നിന്നപ്പോഴാണ് കൂടെ ഇരിക്കുന്ന സഹോദരി എന്ത് അതിലെ ബൈബിളും പിടിച്ച് പോകുന്നത്. അപ്പോൾ ചോദിച്ചു, അങ്ങോട്ട് നീ അറിഞ്ഞില്ലേ ചർച്ചയിൽ ഉപവാസപ്പാട് നടക്കുന്നത്? എനിക്കും വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടുത്തെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണ്ട എനിക്ക് പോകാൻ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പറയാം, എന്നാൽ സിസ്റ്റർ അവിടെ നിന്നൊരു കാര്യം, എൻ്റെ വിഷയം കൂടെ ബോക്സിൽ. അപ്പോൾ ഈ വന്ന പുള്ളിക്കാരി അതുകൂടെ ചുമ്മിക്കൊണ്ട് എന്ത് ചെയ്യുക? അതിന് വലിയ മറുപടി ഒന്നും കേട്ടത്തില്ല. ഇവിടെ ചുമട്ടുകാർ കൊണ്ടുവന്ന മറുപടി എന്താണെന്നറിയാമോ? ഞാൻ പണ്ടൊരാളോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട പറ, വന്ന വഴിക്ക് കിട്ടിയതും കൊണ്ട് ഇവിടെ എന്ത് ചെയ്യരുത്. കാരണം ഇത് വില കൊടുക്കേണ്ട സാധനമാണ്. സ്വോത്രം പറഞ്ഞേ. പണ്ട് നമ്മൾ പറഞ്ഞതല്ലേ, ഇതുകൂടെ കൊണ്ടുവന്ന് അവിടെ ഇട്ടേക്കാൻ അല്ലേ? ഇതുകൂടെ കൊണ്ടുവന്ന് ഇട്ടേക്കാൻ. അതിനൊന്നും വിടുതലില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. ഈ പണി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? വിട്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ പഴയ പണിയായി ചെയ്യുന്നത്. ഇതും കൂടെ അവിടെ ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സ്തോത്രം. ഇറങ്ങി തിരിച്ചെങ്കിലും പലതും എന്ത് ചെയ്തിട്ടില്ല അബ്രാം പാസ്റ്ററെ? വിട്ടിട്ടില്ല. അതിലൊന്നാണ് സിസ്റ്റർ, ഇതും കൂടെ ഒന്ന് അവിടെ കൊടുത്തേര്. ദൈവം കേൾക്കത്തില്ല. പിന്നെ തളർന്ന് കിടക്കുവാണെങ്കിൽ ചുമ്മിക്കൊണ്ട് വന്നാൽ ചിലപ്പോൾ ദൈവ പ്രവൃത്തി വെളിപ്പെടും. തളർന്നിട്ടില്ലല്ലോ. തളർന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കാത്ത. ഞാൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ മുട്ടുകുത്തണം. 23-ാം ദിവസം കേക്ക്, ഞാൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മുട്ടുകുത്തണം. ഞാൻ ബാബുച്ചാൻ്റെ കൊടുത്തു വിട്ടാൽ അതിന് വലിയ പ്രവൃത്തിയൊന്നും വെളിപ്പെടുത്തതില്ല. കർത്താവിന് എന്നെ ഒന്ന് കാണണം. സ്തോത്രം പറഞ്ഞേ. അപ്പം ഇന്ന് രാത്രിയിൽ ആത്മാവി പറയാം, അസാധ്യതകളാണ് വീട്ടിനകത്ത് നടക്കുന്നത്. പക്ഷെ പൊളിച്ചിറക്കിയപ്പോൾ, ചുമ്മിക്കൊണ്ട് വന്നപ്പോൾ ആ അസാധ്യതയെ യേശു എന്താക്കി മാറ്റി? സാധ്യതയാക്കി മാറ്റി. ഞാൻ ഈ 23-ാം ദിവസം ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ ചുമ്മിക്കൊണ്ട് വന്ന വിഷയത്തിന് മറുപടി ഉറപ്പാ. കാരണം 23 ദിവസം ആയതിൻ്റെ അല്ല, നിങ്ങൾ കൊണ്ടുവന്നത് യേശുവിൻ്റെ അടുക്കല. ഞാൻ പ്രവചിച്ചു പറയാം, നിങ്ങൾ എഴുതിയിട്ടോ. ആത്മാവി ഞാൻ പറയാം, നിങ്ങൾ എഴുതിയിട്ടോ.
ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ചില രോഗസൗഖ്യങ്ങൾ സംഭവിച്ചിരിക്കും. ചില വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കും. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എനിക്ക് ആ സംഭവം ഇല്ല. ഞാൻ ഇന്നും തപ്പി, ഇന്നലെ പറഞ്ഞ സാധനം ഉണ്ടോ എന്ന്. ഇന്നും ഇല്ല. എൻ്റെ കർത്താവ് ഒരു കാര്യം ചെയ്താൽ അത് ഭംഗിയായിട്ട് ചെയ്യും. വിശ്വസിക്കാമോ? ആമേൻ. അതിനാണ് പറഞ്ഞ, കാൺമീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്കത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ലോകം അവനെ അറിയുന്നില്ല, നമ്മെ ഈ ലോകം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ലോകം അവനെ അറിയാത്തത് കൊണ്ടാണ് ക്രൂശെ കയറ്റിയത്. അതിനല്ലേ പറഞ്ഞ, ബർബാസിനെ വിട്ടുതരിക, യേശുവിനെ എന്ത് ചെയ്യുക? ക്രൂശിക്കുക. അവിടെ ഒരു രീതിയുണ്ട്. ആ സമയത്ത് ഒരാളെ വിട്ടുകൊടുക്കണം. കുറേ പേര് പറഞ്ഞു യേശുവിനെ ഇങ്ങ് വിട്ടു തന്നേക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു നടക്കത്തില്ല. അവരെല്ലാം കൂടെ ആർത്തുഘോഷിച്ച് പറഞ്ഞു, ബർബാസിനെ എന്ത് ചെയ്യുക? വിട്ടു തന്നേര്, കള്ളനെ ഇങ്ങ് തന്നേര്, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീതിമാനെ നിങ്ങൾ പിടിച്ച് എന്ത് ചെയ്യുക? ക്രൂശിക്കുക. ഇന്നത്തെ ലോകം അതല്ലേ. നീതിമാനെ പിടിച്ച് എന്ത് ചെയ്യുക? ക്രൂശിക്കുക. കള്ളനെ ഇങ്ങ് തന്നേര്. അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്? എന്നിട്ട് അവർ പറഞ്ഞില്ലേ, നിൻ്റെ ആ ശാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും എന്ത് ചെയ്യട്ടെ? വരട്ടെ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ കർത്താവ് അങ്ങോട്ട് പോയ വഴിക്ക് യെരൂശലേം പുത്രിമാരോട് മാറത്തടിച്ച് കരഞ്ഞപ്പോൾ ആ പാതി അടഞ്ഞ കണ്ണ്, കുരിശും ചുമങ്ങുകൊണ്ട് വിറങ്ങലിക്കുന്ന കൈയും വിറയ്ക്കുന്ന ശരീരവും രക്തം പൊതിയപ്പെട്ട മുറിഞ്ഞ് കണ്ടമൊഴുതു മറിക്കുന്ന പോലെ ഇളകിക്കിടക്കുന്ന ശരീരവും പേറി പോകുന്ന വഴിക്ക് ഒരു ഇടറിയ ശബ്ദത്തിൽ അപ്പ പറഞ്ഞില്ലേ, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട. ഈ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഈ ഉണങ്ങിയ മരത്തോടെ അത്രയധികം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് എന്ത് ചെയ്യട്ടെ? കാരണം അവനെ ലോകം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ആ വാക്യം അങ്ങനല്ലേ? ലോകം അവനെ അറിയുന്നില്ല. ലോകം അറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ സ്വന്തമായവരിലേക്ക് അവൻ വന്നു, സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അറിഞ്ഞില്ല. ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചില SI-മാരൊക്കെ ചാർജ് എടുക്കാൻ വരുമ്പം പറയാതെ സിവിൽ ഡ്രസ്സിലൊക്കെ എന്ത് ചെയ്യും? വരും. എന്നിട്ട് ചിലപ്പോൾ കുറ്റവാളിയെ പോലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന പാറാൻ ഉൾപ്പെടെ എന്ത് ചെയ്യും? വലിയ വെയിറ്റ് കാണിക്കും. ലാസ്റ്റ് പുള്ളി വന്ന് കസേര കയറി ഇരിക്കുമ്പോൾ അറിയാം, എടാ ഈ വന്ന SI ആയിരുന്നു. വന്നത് ആരായിരുന്നു? CA ആയിരുന്നു, SI ആയിരുന്നു. അന്നേരം അറിയുന്നു. അന്നേരം സാർ സല്യൂട്ട്. കണ്ടിട്ടില്ലേ? ഓ, നിങ്ങൾ ഇവിടുത്തേരല്ലേ? ഇതേപോലെ തന്നെ അപ്പ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വന്തമായവരിലേക്കാണ് വന്നേ. ഇന്ത്യയിലൊന്നും അല്ല വന്നേ, സ്വന്തമായവരിലേക്കാണ് വന്നേ. ജപ്പാനിലൊന്നും അല്ല വന്നേ, സ്വന്തമായവരിലേക്കാണ് വന്നേ. മിഡിൽ ഈസ്റ്റിലൊന്നും അല്ല വന്നേ, സ്വന്തമായവരിലേക്കാണ് വന്നേ. സ്വന്തമായവരുടെ കിടക്കുന്നു. പക്ഷെ അവർ അപ്പായെ എന്ത് ചെയ്തില്ല? അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവനെ ലോകം അറിഞ്ഞില്ല. അവനെ ലോകം അറിയാഞ്ഞത് കൊണ്ടാണ് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത്. അവനെ ലോകം അറിയാഞ്ഞത് കൊണ്ടാണ് പുറകെ നടന്ന് പരീക്ഷിച്ചു കൊണ്ടിരുന്നത്. ശബത്തിൽ രോഗസൗഖ്യം വരുത്തിയപ്പോഴും കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോഴും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് ന്യായപ്രമാണം, പഴയ പ്രമാണം വെച്ച്, മോശ എഴുതി വെച്ച പ്രമാണം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നീതിമാനായ കർത്താവിനെ വിധിച്ചു കൊണ്ടിരിക്കുന്ന പരീശന്മാരും സാധുക്യരും ഒക്കെ പുറകെ നടക്കാൻ കാര്യം ഇവൻ ആരാണെന്ന് അവർക്ക് എന്ത് ചെയ്തില്ല? അറിയിട്ടില്ല. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്, അവരോ കുത്തിയവങ്കിലേക്ക് നോക്കി, അവർ അവരെ തന്നെ ഓർത്തു വിലപിച്ചു. എന്താ വിലപിച്ചപ്പോൾ പറഞ്ഞ വാക്കെന്താ? അയ്യോ, ഞങ്ങൾ ഇവനെയാണോ ക്രൂശിച്ചത്. അവിടെ കിടന്ന് കുറേ എണ്ണം വിലപിക്കുമ്പോൾ മറുസൈഡിൽ നമ്മൾ പറന്നുകൊണ്ടിരിക്കും. സന്തോഷമുണ്ടോ? കുത്തിയവരും ചാട്ടയെടുത്തവരും കാർക്കിച്ചു തുപ്പിയവരും ക്രൂശിക്കുക എന്ന് പറഞ്ഞവരും അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞവർ കിടന്ന് വിലപിക്കുമ്പോഴേ, മറത്തടിക്കുമ്പോഴേ
അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴേ മറുവശത്ത് ഞാനും നിങ്ങൾ എന്തു ചെയ്യും? നമ്മൾ ആരാ? യഹൂദരല്ല പ്രിയരെ, നമ്മൾ യഹൂദരല്ല, നമ്മൾ പുറമ്പോക്കുകാരാ, പുറജാതിക്കാരാ, പാളയത്തിന് പുറത്ത് കിടന്നവരാ, ഒരു ഗുണവും മണവും ഇല്ലാതെ കിടന്നവരാ. യഹൂദൻ്റെ ഒരു രക്തത്തിൻ്റെ തളികയും നമ്മുടെ ശരീരത്തിലില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു രക്തത്തിൻ്റെ തളികയും നമ്മുടെ കയ്യിലില്ല. പക്ഷേ അവർ അവനെ ഉപേക്ഷിച്ചപ്പോൾ, അവർ അവനെ അറിയാതെ ഇരുന്നപ്പോൾ കൃപയാൽ നമുക്ക് കിട്ടി. ഇത് മതിയെന്നേ, ഇത് മതി. ഈ യേശുവിനെ കിട്ടിയ സകലതും കിട്ടും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ദുബായിക്ക് വിസ കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഈ പ്രസംഗം കേൾക്കാൻ കൊച്ചോൻ പാസ്റ്റർ ആരും കാണത്തില്ല. എത്രയോ നല്ലതാ യേശുവിനെ കിട്ടുമെന്ന് പറയുന്നേ. യേശുവിനെ കിട്ടിയ സകലതും കിട്ടി. ആമേൻ പറയാമോ? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അവനെ അറിയാൻ കിട്ടിയ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. സ്വന്തം മക്കൾക്ക് കിട്ടാതിരുന്നപ്പോൾ വേദപുസ്തകം പറയുക, കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് നട്ടൊലിനോട് ചേർത്ത് വെച്ച് ഓട്ടിച്ചു. അവൻ്റെ രക്തത്തിൻ്റെ തുള്ളി ആ മരത്തിൻ്റെ കൊമ്പിലേക്ക് ഒഴിച്ചപ്പോൾ വാർത്തു വളർന്നത് ജാതിയായ ഞാനും നീയുവാ. യഹൂദൻ്റെ തണലിൽ നമ്മൾ വളർന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. അഹരോൻ്റെ തളിർത്ത വടി പെട്ടകത്തിനകത്ത് വേരും മണ്ണുമായി ബന്ധമില്ലാതിരുന്നപ്പോഴും മറ്റു ഗോത്രങ്ങളുടെ കമ്പ് അവിടെ ഇരുന്ന് ഉണങ്ങി പഴുത്ത് ചീഞ്ഞു പോയപ്പോൾ അഹരോൻ്റെ വടി തളിർത്തെങ്കിൽ, പൂവച്ചെങ്കിൽ, കാവച്ചെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവി പറയുക, ഒരു യോഗ്യതയുമില്ലാതിരുന്ന ഞാനും നിങ്ങളും ഈ യോഗ്യതയ്ക്കകത്ത് വന്നത് സ്വന്തമായവരെൻ്റെ യേശുവിനെ അറിയാഞ്ഞത് കൊണ്ട് ഒറ്റ കാരണത്താലാ. പുകടാൻ ഒന്നുമില്ല പ്രിയരെ. എനിക്കത് പറയുമ്പോൾ ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. എൻ്റെ അപ്പ എന്നെ സ്നേഹിച്ച സ്നേഹം, അതാ സ്വർഗം പറഞ്ഞ കാൺമീൻ. ഈ സ്നേഹത്തെ കാണ്, ഈ സ്നേഹത്തെ കാണ്. എങ്ങനെ കാണണോ? ആത്മാവി കാണ്. ഇന്ന് രാത്രിയിൽ ഈ സ്നേഹത്തെ നിങ്ങൾ ആത്മാവി കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ല. നിങ്ങളുടെ കണ്ണിൽ കൂടെ കണ്ണുനീർ പുറത്തു വന്ന് കവിൾത്തടങ്ങളിൽ കൂടെ ഒഴുകും. കാരണം അത്രയ്ക്ക് ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ മകനെ ഇട്ട് തന്ന് സ്നേഹിച്ചു, ക്രൂശി കൊടുത്ത് സ്നേഹിച്ചു. എന്നിട്ട് ഈ ലോകം അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അടുത്ത പദം എഴുതിക്കുന്ന നമ്മെയും ഈ ലോകം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. നമ്മെയും ഈ ലോകം അറിയുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മളെ നിന്ദിക്കുന്നത്, പ്രാർത്ഥനക്കാരെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്, തലയൊക്കെ പൊക്കി വരുന്നേ. ഇവിടെ പ്രാർത്ഥിപ്പിക്കത്തില്ല, ആരാധിപ്പിക്കത്തില്ല, കൈയടിപ്പിക്കത്തില്ല. നമ്മളെ എന്ത് ചെയ്യുന്നില്ല? ഇവർക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ അറിയുന്നൊരു സ്വർഗമുണ്ട്. ഈ സ്നേഹം, യെശയ്യാവിൻ്റെ പുസ്തകം 49 അധ്യായം 15 വാക്യം. ഈ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? നമ്മെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ടല്ലോ. എങ്ങനെയുള്ള സ്നേഹം? പ്രവാചകൻ യേശു കർത്താവ് ജനിക്കുന്നതിൻ്റെ 7000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ ആ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. 49:15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതെ ഇരിക്കുമോ? ഓക്കെ, ഒരു ചോദ്യമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ, പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറക്കാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് തൊട്ട് വന്ന ആ വിഷയം. ഒരു സ്ത്രീക്ക്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം അമ്മമാരാ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ പ്രസവിച്ചതാണെങ്കിൽ, നിങ്ങളുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവായതാണെങ്കിൽ, നിങ്ങൾ വേദനയോട് 9 മാസം 9 ദിവസം 9 വിനാഴിക നിങ്ങൾ കൊണ്ടു നടന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ കുഞ്ഞ്
തെറ്റിപ്പോകാം, ആ കുഞ്ഞ് വഴി തെറ്റാം, അമ്മയ്ക്ക് വേദനയായിട്ട് മാറാം. പക്ഷെ അമ്മ പറയും, ഇങ്ങനെ ഒരുത്തൻ എൻ്റെ വയറ്റിൽ ജനിച്ചല്ലോ എന്ന് പറയും. ആ അമ്മ പറയും, ഇനി എൻ്റെ കണ്ണു മുമ്പിൽ ഞാൻ ചാകുന്നിടം വരെ എന്ത് ചെയ്യരുത്, കണ്ടേക്കല്ലെന്ന് പറയും. ആ അമ്മ പറയും, ഇങ്ങനെ ഒരു കൊച്ചെനിക്ക്, തലയിലോട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പറയും, ഇങ്ങനെ ഒരെണ്ണം എനിക്ക് ഇല്ല എന്ന് പറയും. പക്ഷെ ആ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് ഈ അമ്മയൊന്ന് കേൾക്കട്ടെ, ആദ്യം ഓടിയെത്തുന്നത് ആരായിരിക്കും? അപ്പൊ പ്രസവിച്ച അമ്മയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ രാജാവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ, 2 സ്ത്രീകൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നല്ലോ. എന്നിട്ട് ഒരു തെറ്റായ സ്ത്രീയും സ്വന്തം അമ്മയുമല്ലേ വന്നേ. എന്നിട്ട് പറഞ്ഞ എന്തുവാണ്? തെറ്റായ സ്ത്രീ പറഞ്ഞു ഇതെൻ്റെ കുഞ്ഞ്, മറ്റവള് സ്വന്തം അമ്മ പറഞ്ഞു ഇത് എൻ്റെ കുഞ്ഞ് ആണ്. അപ്പോൾ രാജാവ് എന്തോ പറഞ്ഞു? ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. രാജാവ് പറഞ്ഞു ആരെവിടെ? അപ്പോൾ പടയാളി, അടിയനിതാ, ഒരു വാള് വരട്ടെ. അപ്പം ഈ പന്ന സ്ത്രീയും നല്ല സ്ത്രീയും അവിടെ എന്ത് ചെയ്യുക? ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തുക, നിൽക്കുക. ഒരു കുഞ്ഞുമുണ്ട്. രാജാവ് പറഞ്ഞു വാളെടുത്ത് വെട്ട്, പാതി ഒരുത്തിക്കും പാതി മറ്റവർക്കും കൊടുക്കുക. ഈ പന്ന സ്ത്രീ ഒരു വാക്കും പറഞ്ഞില്ല. പക്ഷെ സ്വന്തം അമ്മ എന്തോ പറഞ്ഞു, വെട്ടണ്ട, മുറിക്കണ്ട, ഈ കുഞ്ഞിനെ ആർക്ക് കൊടുക്കുക? അവക്ക് കൊടുത്തേര്. അപ്പോൾ രാജാവിന് മനസ്സിലായി അമ്മയ്ക്ക് അതെന്ത് ചെയ്യാൻ പറ്റൂ. അമ്മയ്ക്ക് അതെന്ത് ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ആരാധിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഉപവസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരമ്മയ്ക്ക് ഇരിക്കാൻ പറ്റും. അത് അമ്മയുടെ പെയിനാ. അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യരുത്, എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യരുത്, വെട്ടരുത്, അവക്ക് കൊടുത്ത് വിട്ടേര്. ഞാൻ ഇടയ്ക്കൊക്കെ പോയി പാത്തും പതുങ്ങിയൊക്കെ എന്ത് ചെയ്താകാം. അതാ മാതൃസ്നേഹം. മാതൃസ്നേഹം. ഒരിക്കൽ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ട് വെച്ചില്ലേ ഒരെണ്ണത്തെ. സഹോദരി എന്തു പറ്റുമെന്ന് കാണാൻ ഒഴുകി ഞാങ്ങണക്കിടയിൽ കൂടെ തട്ടിയും മുട്ടിയും ഒക്കെ പോയപ്പോൾ സഹോദരിയും കരയിൽ കൂടി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാങ്ങണകൾക്കിടയിൽ കൂടെ. സഹോദരൻ എന്ത് സംഭവിക്കും എന്ന് കാണാൻ. അപ്പൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടപ്പോൾ, അമ്മയുടെ ആശ്രയം നഷ്ടപ്പെട്ടപ്പോൾ സഹോദരൻ എന്ത് സംഭവിക്കും കാണാൻ സഹോദരി ആ മുള്ള്, ഞാങ്ങണെന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല, മുള്ള, അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്തു പോയി. പക്ഷേ എത്തേണ്ട സ്ഥാനത്ത് മോശക്കുഞ്ഞ് എത്തിയപ്പോൾ പാല് കൊടുക്കാൻ ആരാ വന്നേ? വെള്ളത്തിൽ കൊണ്ട് വെച്ചതാരാ? പറ്റത്തില്ല ഇവനെ ഇനി നോക്കാനെന്ന് പറഞ്ഞതാരാ? അയലോക്കത്തെ സ്ത്രീയാണോ? അമ്മയല്ലേ. പക്ഷെ അവസാനം പാല് കൊടുത്തതാരാ? അപ്പോൾ ഒരമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവസരം കിട്ടിയ അമ്മ ചാടി വീഴും. അത് അമ്മയുടെ സ്നേഹമാണ്. എന്നാൽ ചില അമ്മമാരുണ്ട് ഒരു സ്നേഹവും ഇല്ലാത്ത അമ്മമാർ, വേർവിത്യം കാണിക്കുന്ന അമ്മമാരുണ്ട്. അവരെ വിട്ടേര്. നല്ല അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്. 4 പേരുണ്ടെങ്കിൽ 4 പേരെയും ഒരേപോലെ കാണുന്ന അമ്മമാരുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു പ്രസവിച്ച സ്ത്രീയെ, ആ സ്ത്രീയെ നോക്കി പറയുക, നിന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറക്കാൻ പറ്റില്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ ആൻറ്റി. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ക്വസ്റ്റ്യനാ. വായിച്ചോ ആൻറ്റി. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമായിരിക്കും ഞാൻ പറയാം. ഇന്നത്തെ ചിന്തയ്ക്ക് അത് അനിവാര്യമായി തോന്നുന്നു. ഒരു നാടോടി സ്ത്രീ തൻ്റെ കുഞ്ഞുമായിട്ട് പകലന്തിയോളം പണിയെടുത്തു. പകലന്തിയോളം പണിയെടുത്ത് നാടോടി സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വന്തമായിട്ട് എന്തില്ല, വീട് ഇല്ല, ചാർച്ചക്കാരില്ല. ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണും. ആശ്രയം ആരുമില്ല.
എങ്ങനോ കിട്ടി ഒരു കുഞ്ഞിനെ പള്ളയ്ക്ക് സാരി കെട്ടി അതിനകത്തിട്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വീടുകളിലും കടത്തിണ്ണയിലും ഒക്കെ കൈ നീട്ടി അവൾ കാശ് സമ്പാദിച്ച് രാത്രിയിൽ അന്തി ഉറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേയുടെ പാളത്തേൽ അവിടെ പട്ടികളുണ്ട്, ചീറിപ്പാഞ്ഞു പോകുന്ന ട്രെയിനുണ്ട്, അരവാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പകൽ മുഴുവനും അലഞ്ഞു നടന്ന ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്ലാറ്റ്ഫോമിലോട്ട് ഒരു തുണി വിരിച്ചിട്ടിട്ട് അതിലോട്ട് ചേർത്ത് പള്ളയ്ക്ക് ചേർത്ത് വെച്ച് ആ സ്ത്രീ ഉറങ്ങി. അവിടെ പട്ടി ഓലിയിട്ടു രാത്രി 12 മണിക്ക്. അവൾ കിടക്കുന്നതിൻ്റെ തൊട്ടരികിരുന്നുകൊണ്ട് പട്ടി രണ്ടുകൂടെ കടിപിടി ഉണ്ടാക്കി. നിങ്ങൾ ആ സീനൊന്ന് കണ്ടേ. ഈ അമ്മ നല്ല ഉറക്കമാണ്. പട്ടി കടിപിടി കൊണ്ടപ്പോഴും ഓലിയിട്ടപ്പോഴും ബഹളം വെച്ചപ്പോഴും ഈ അമ്മ ഉണർന്നില്ല, നല്ല ഉറക്കമാണ്. അതിലേ കയറിപ്പോയ വേണാടും മദ്രാസ് മെയിലും ഹൈദരാബാദ് എക്സ്പ്രസ്സും ഒക്കെ അതിലെ ചീറിപ്പാഞ്ഞ് പാളം ഇളക്കി കോരിത്തരിപ്പിച്ചു പോയി. അമ്മ ഉണർന്നില്ല, കാരണം പകലത്തെ ക്ഷീണമാണ്, നല്ല ഉറക്കമാണ്. പക്ഷെ പള്ളയോട് ചേർന്ന് കിടന്ന കുഞ്ഞൊന്നനങ്ങിയപ്പോൾ അവൾ കണ്ണു തുറന്നിട്ട് കണ്ണുറക്കമാണ്. കണ്ണവൾ പൊളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കൈ, തൻ്റെ കുഞ്ഞിൻ്റെ ഉള്ള സ്നേഹം കണ്ടോ? അതാ കർത്താവ് പറഞ്ഞേ, താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ ഒരമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? അടുത്ത വാക്യം പറയാം, ഈ അമ്മ മറന്നാലും. അവിടെയാണ് വിഷയം. ഈ അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല, പക്ഷെ ഈ അമ്മ മറന്നാലും. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ഉലകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ. ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല. ഇന്ന് പല ദൈവങ്ങളും പറയുന്നു, കൊണ്ടുവാ, കുരുതി കഴിക്ക്, മുക്കിക്കൊല്ല്, വലിച്ചു കീറ്, എറിഞ്ഞുകള, ഞാൻ പ്രസാദിക്കാം. പക്ഷെ എൻ്റെ ദൈവത്തെ നോക്കിക്കേ. ഓ, ഇതിനാ പേടിക്കുന്നേ? ഉള്ളതല്ലേ പറഞ്ഞേ. യേശു എവിടെയെങ്കിലും ആരുടെയെങ്കിലും പ്രസാദം കൊടുക്കാൻ ആരുടെയും ജീവൻ എടുത്തിട്ടുണ്ടോ? ചത്തുപോയവന് ജീവൻ കൊടുത്തവനല്ലേ എൻ്റെ യേശു. ഏതെങ്കിലും മതപണ്ഡിതന്മാർ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ അവരുടെ ദൈവം ഇങ്ങനെ സ്നേഹിച്ചെന്ന്? പക്ഷെ എനിക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും, എൻ്റെ യേശു കൊല്ലുന്നവനല്ല, രക്തദാഹിയല്ല. എൻ്റെ ദൈവം സമൃദ്ധിയായ ജീവൻ തരുന്നവനാ, സമൃദ്ധിയായ ജീവൻ തരുന്നവനാ. ആമേൻ പറ, ആമേൻ പറ. എനിക്കറിയാം ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നൊരു വചനത്തിൽ സന്തോഷിക്കുന്നവരാ. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഓപ്പണാക്കി തരുന്നേ. എനിക്ക് ബലം തരുന്നില്ലേ? എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ദൈവം ബലപ്പെടുത്താനാ. ഞാൻ ക്ഷീണിച്ചാലോ? അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 23-ാം ദിവസം എൻ്റെ പൊന്നെ കൊച്ചോൻ പാസ്റ്റേ 23-ാം ദിവസം ആഹാരം കഴിച്ചിട്ടില്ല, ഉപവാസത്തിലാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ ഞാൻ നേരം വെളുക്കൊണ്ട് പ്രസംഗിക്കും. എനിക്കൊരു ക്ഷീണവുമില്ല. പിന്നെ ഈ 9 മണിയാകുമ്പോൾ അങ്ങ് നിർത്തുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഓർത്ത് എന്ത് ചെയ്യുക? 2-3 ആഴ്ചയായി ഈ വാക്യം എടുത്തിട്ട് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്ന് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയാം, അത് നമ്മുടെ കഴിവല്ല പ്രിയരെ. എന്നും പറഞ്ഞ് ക്ഷീണമില്ലെന്നല്ല. ഈ യോഗം കഴിഞ്ഞ് ഞാൻ കട്ടിലേ പോയി ചക്ക കിടക്കണമൊക്കെ ഞാൻ കിടക്കും. പക്ഷേ വ്യാപരിക്കുന്നൊരു ദൈവകൃപ സഭയ്ക്കകത്തുണ്ട്. നിങ്ങൾ അതിനകത്താണ് ഇരിക്കുന്നേ. അതിനാ നിങ്ങളോട് പറയുന്ന, വരണം, ഇരിക്കണം, പ്രാർത്ഥിക്കണം. കാരണം ഇത് ഇനിയും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇവിടങ്ങളൊക്കെ ഇളകി തുടങ്ങി. കൂടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും അടയ്ക്കണമെന്നും പൂട്ടിക്കണമെന്നും ഒക്കെ പിശാച് ഇളകി തുടങ്ങി. ഇപ്പം നല്ല സമയം ആരാധിക്കാനും പ്രാർത്ഥിക്കാനും. ഈ മൈക്കെല്ലാം നിർത്തിയിട്ട് ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയം ചിലപ്പോൾ വന്നെന്നിരിക്കാം. പക്ഷെ ആത്മാവി പറയാ, അവസരം ഉപയോഗിച്ചോണം. ഈ കർത്താവ് പറയുകയാ, എന്തിനാണ് ഇവർ പറഞ്ഞെന്നറിയാം? ഇവരെ ദൈവം ബലപ്പെടുത്താൻ വേണ്ടിയാ ഇങ്ങനെ പറഞ്ഞ. അമ്മ മറന്നാലും താൻ പ്രസവിച്ച കുഞ്ഞ്
കുഞ്ഞിനെ മറക്കില്ല എന്ന് ഈ യഹോവ പറഞ്ഞ എന്തിനെന്നറിയാമോ? നമ്മുടെ കുറിവാക്യം എന്തുവാ? ദൈവത്തിന് പിശാചിനോട്. അപ്പോൾ ആ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. അതിൻ്റെ അടുത്ത ഓപ്ഷനാണ് ആ വാക്യം. ഏത്? താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി തൻ്റെ പുത്രനെ കൊടുത്തു എന്ന്. ആ സ്നേഹം എന്താണെന്നാണ് പറയുന്നത്. ആ പാർട്ട് കണ്ടോ? ആ പാനൽ കണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആ സ്നേഹം എന്താണെന്നാണ് പറയുന്നത്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാം, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. അപ്പോൾ ആ സ്നേഹമാണ് പറയുന്നത്. ആ സ്നേഹം പറയുകയാണ്, അമ്മ മറന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല. ഇതിങ്ങനെ ഈ ഇസ്രായേലിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സമയത്ത് അവരങ്ങ് ഭയങ്കര ഫെഡപ്പായി. അങ്ങനെ ആകാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം, എഗസ്കേൽ പ്രവാചകൻ്റെ, എസ്രായുടെ പുസ്തകം, നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ദൈവം ഈ മക്കളോട് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയാനുള്ള റീസൺ കിടപ്പുണ്ട്, കാരണം കിടപ്പുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ദൈവത്തോടൊരു പരാതിപ്പെട്ടു. ദൈവമേ, ഞങ്ങൾ ഈ പ്രവാസത്തിൽ കിടന്ന് മരിക്കും, ഞങ്ങളെ സഹായിക്കാൻ ആരും, ഞങ്ങൾ എത്ര നാൾ ഇവിടെ ഇങ്ങനെ കിടക്കും, ഞങ്ങൾക്ക് ആരുമില്ല, ദൈവം പോലും ഞങ്ങളെ കൈവിട്ടോ. ഇനി തെളിവ് വേണമെങ്കിൽ അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-ാമത്തെ വാക്യം. നോക്കിയേ, സിയോൻ പറയുകയാണ്, യഹോവ എന്നെ കർത്താവ് എന്നെ എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. ഒന്ന് നോക്കിയേ, അവർ പറഞ്ഞ പദം കണ്ടോ? സിയോനോ. സിയോനോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് വിളിച്ച പേരാ സിയോനെ. നമ്മളെ ദൈവം വിളിക്കത്തില്ലേ കുഞ്ഞേ എന്നപോലെ അവരെ എന്ത് ചെയ്താണ്? സിയോനെ. എന്നിട്ട് കർത്താവ് ദൈവം പറയുകയാണ്, യഹോവ, നിങ്ങൾ പറയുകയാണ് യഹോവ നിങ്ങളെ, നമ്മളിടയ്ക്ക് പറഞ്ഞില്ലേ ദൈവം പോലും എന്നെ കൈവിട്ടുവോ? ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൈക്ക് പിടിച്ച് പറഞ്ഞ് എത്ര രാത്രികളുണ്ട്. അതിനകത്തൊരു പദമാണ്, നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യല്ലേ? ഉദിക്കല്ലേ. ഇന്ന് രാവിലെ ഞാൻ ഈ ചർച്ചയിരുന്ന് കേട്ടു. നമ്മുടെ ജോയിച്ചാൻ എന്നോട് വന്നൊരു പദമുണ്ട്. അദ്ദേഹം ബസ് സർവീസ് തുടങ്ങിയിട്ട് 10 വർഷമായി. ഇന്ന് 10 വർഷം തികയോ. അദ്ദേഹത്തിൻ്റെ കണ്ണ് പൊടിഞ്ഞിട്ട് എന്നോട് പറയുക, പാസ്റ്റേ, ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് രാത്രികളിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പദമാണ് എന്നോട് പറഞ്ഞതാ, ഇന്ന് പറഞ്ഞതാ, ആരാധന കഴിഞ്ഞപ്പോൾ രാവിലെ, നാളെ നേരം വിളിക്കുമ്പോൾ സൂര്യൻ ഉദിക്കല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് പോയി. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ അങ്ങനെ? എത്ര വട്ടം ദൈവമേ, നാളെ നേരം വിളിക്കുമ്പോൾ സൂര്യൻ ഉദിക്കല്ലേ. ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കർത്താവേ, നാളെ നേരം വിളിക്കുമ്പോൾ സൂര്യൻ ഉദിക്കല്ലേ. ശരീരത്തിൻ്റെ അരയ്ക്ക് താഴെ തളർന്ന കുഞ്ഞ് മടിയിൽ ഇങ്ങനെ മലർന്നു കിടക്കുമ്പോൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക, കർത്താവേ, നാളെ നേരം വിളിക്കുമ്പോൾ സൂര്യൻ ഉദിക്കല്ലേ. വാടക വീടില്ല കിടക്കാൻ. സ്വന്തം വീട്ടിൽ വിളിച്ചു വെച്ചപ്പോൾ നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞു, ഇങ്ങോട്ടെങ്ങും വരണ്ട, നീ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. ആ സമയത്ത് കുത്തിയിരുന്ന് ഞങ്ങൾ പറഞ്ഞതാ, കർത്താവേ, നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യല്ലേ? ഉദിക്കല്ല. ഒരു കാര്യം കൂടെ ഞങ്ങൾ ചേർത്ത് വെച്ചു. അത് ചോദിച്ചാൽ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങൾ ചേർത്ത് വെച്ചു, അഥവാ സൂര്യൻ ഉദിച്ചാൽ ഞങ്ങൾ നാളെ ജീവനോടെ കാണല്ലേ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. പക്ഷെ ഒരു ബന്ധവുമില്ലാതെ 7-ാം കടലിനപ്പുറത്ത് കിടന്ന ഒരു സഹോദരിയെ ദൈവം തട്ടി ഉണർത്തി. ദൈവാത്മാ പറഞ്ഞ്, എൻ്റെ ദാസൻ വീടില്ലാതെ രാത്രി കരയുന്നു, നാട്ടിൽ കിടക്കുന്ന നിൻ്റെ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് താക്കോല് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കരച്ചിലിന് മറുപടിയുണ്ട്. ഈ ഇരിക്കുന്ന ഒരു അത്ഭുതമാകട്ടോ. സ്വന്തം സഹോദരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ അവിടെ നിൽക്കുക, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചെന്തോ, ഇവിടെ ഞങ്ങൾക്ക് വീടില്ല, താമസിക്കാം, ഒന്ന് വന്നോട്ടെ. മറുപടി, നീ അവിടെ നിൽക്ക്, ആലോചിക്കട്ടെ. മുട്ടുമടക്കി ദൈവസന്നിധി കരഞ്ഞു. അർദ്ധരാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല, ആരും വിളിച്ചെടുക്കത്തില്ല. ഇന്നും ഇല്ല, അന്നും ഇല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയും ഫോണും ചെയ്യത്തില്ല. ഫോൺ വന്നെന്നും പറഞ്ഞിടങ്ങി ഓടത്തില്ല. ദൈവസന്നിധി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ഫോൺ വരുന്നേ.
അപ്പം ഞാൻ ആദ്യം എടുത്തില്ല, രണ്ടാമതും വിളിച്ചു, പിന്നെ എടുത്തില്ല, മൂന്നാമതും വിളിച്ചു. നോക്കിയപ്പോൾ ഇന്ത്യൻ നമ്പരല്ല. അപ്പോൾ എന്തോ കാക്കയാണെന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റു. ഈ ചില ഇന്ത്യൻ നമ്പർ അല്ലാത്ത നമ്പറൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ചിലതൊക്കെ മലക്കം കാക്കയാ, ഒരു പ്രയോജനവും. നല്ല കാക്കകൾ വരും. ഇനിയും വരണം, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം പറ, സ്തോത്രം പറ. അപ്പോൾ ഈ അമ്മമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഒരിക്കൽ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ പാസ്റ്റർ ചർച്ച വന്നിട്ടുണ്ട്, ഒരു ദിവസം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഓർക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ പാസ്റ്റേ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവാത്മാ പറഞ്ഞു, പാസ്റ്റർ വീടിൻ്റെ വിഷയത്തിൽ ഭാരപ്പെടുവാണോ? ഞാൻ പറഞ്ഞു ആ പാസ്റ്റർ എൻ്റെ വീട് അവിടെ ചുമ്മാ അടക്കുക. അപ്പോൾ ഞങ്ങൾ എന്ത് അറിയോ, ദൈവസേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാളെ രാവിലെ പോയിട്ട് ഇന്ന വീട്ടിൽ പോയിട്ട് ആ താക്കോല് വാങ്ങിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അമേരിക്കക്കാരുടെ വീട്ടിൽ താമസിച്ചു, ഒരു പൈസയും കൊടുത്തില്ല. അപ്പം ദൈവം മറക്കുമോ? ദൈവം മറക്കുമോ? അനുഭവം പറയുന്നത്. ഇവിടെ ഇരുന്ന് തെണ്ടുവല്ല, ഇല്ല ഇല്ല എന്ന് ഉണ്ടെന്നാ പറയുന്നത്. നടത്താൻ ദൈവം ശക്തനാ. സ്തോത്രം പറഞ്ഞു. നിങ്ങളെയും നടത്തും, നിങ്ങളുടെ മക്കളെയും നടത്തും. വിശ്വസിക്കാൻ വെച്ചവന്മാരെ, അമ്മ മറന്നാലും പറഞ്ഞേ, ഞാൻ നിന്നെ ഇല്ല, ഞാൻ നിന്നെ മറക്കില്ല. അമ്മ മറന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, സ്വന്തമായിട്ട് അഡ്രസ്സ് ഇല്ലാത്തവനാ ഞാൻ. സ്വന്തമായിട്ട് എന്തില്ല, അഡ്രസ്സ് ഇല്ല. സ്വന്തമായിട്ട് അഡ്രസ്സ് ഇല്ല. അതുകൊണ്ടുള്ള ക്ഷീണം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനാ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഒരു അഡ്രസ്സ് തരണം. ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു അഡ്രസ്സ് വേണം. പോസ്റ്റ്മാൻ ഒരു ലെറ്റർ കൊണ്ടുവന്നാൽ എൻ്റെ കൈ വരണം, അതിനൊരു അഡ്രസ്സ് വേണം. ഞങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് കൊണ്ടല്ല. 3 പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ട് വന്ന ഒരു ഉപദേശിയാണ് ഞാൻ. അഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, മൊത്തം കടക്കാർ കൊണ്ടുപോയി. മൊത്തം പോയി, കൊച്ചും പോയി, പണവും പോയി. പക്ഷെ അഡ്രസ്സില്ല. എന്നാൽ പിന്നീട് കിട്ടേണ്ട അഡ്രസ്സ് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു. അതൊട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല, അതൊട്ട് ഞങ്ങൾക്ക് തന്നും ഇല്ല. നാട്ടുകാരെല്ലാം പറഞ്ഞു കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കേസ് കൊടുത്തു. ഞങ്ങൾ കേസ് കൊടുത്തു. മിനിമമേ ഞങ്ങൾ കേസ് എന്ത് ചെയ്തു? ലൈവിലാണ് പറയുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തു. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ അവിടുന്ന് മറുപടിയും കിട്ടി. അവിടെ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ അവിടുത്തെ CI പറഞ്ഞു, ഭാരപ്പെടേണ്ട, അതിനേക്കാൾ നല്ലതൊന്ന് മേല് വരുന്നു, നിങ്ങൾ വരണേ. സ്നേഹമാ ദൈവത്തിൻ്റെ, സമയമാകുമ്പോൾ തരുമെന്നേ. പക്ഷേ ഒരു കാര്യം പറയാം, അത് ഇന്ന് കാട് കയറി കിടക്കുക, അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാട് കയറി കിടക്കുക. എന്നാൽ ദൈവം നിനക്ക് തരുന്നത് കാട് കയറി കിടക്കുന്നതല്ല. സ്തോത്രം പറ, സ്തോത്രം പറ. ദോസങ്ങളെ സ്തോത്രം പറ. ഹല്ലേലൂയ. മാമേ സ്തോത്രം പറ. മിനിമാമേ സ്തോത്രം പറ. സ്തോത്രം പറ. നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലം വരുന്നുണ്ട്. നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലം വരുന്നുണ്ട്. പനമാൻറ്റി ദൂത സ്തോത്രം പറഞ്ഞു. ചില കെട്ടുകൾ ഈ ദിവസങ്ങൾ അഴിയും, ചില കുരുക്കുകൾ അഴിയും. കാട് കയറി കിടക്കുന്നില്ലേ, നിന്റെ കയ്യിൽ വരും. കാരണം ഇങ്ങനെ തൻ്റെ ഇടത്തോടും ആർജവത്തോടും പറയാൻ കാര്യം ഈ ഒറ്റ വാക്യമാണ്. അമ്മ മറന്നാലും പെറ്റതള്ള ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അതിലൊന്ന് കയറി പിടിച്ചേ നിങ്ങൾ ആ വാക്യത്തെ. എൻ്റെ വാക്കിനെയല്ല, ആ വാക്യത്തെ കയറി പിടിച്ചേ. നിങ്ങളുടെ എല്ലാ വഴിയും അടഞ്ഞു നിൽക്കുമ്പോഴും നിങ്ങൾ പറയണം, എന്നെ മറക്കാത്തൊരു ദൈവം ഉണ്ടെന്ന്.
അതില ഞാൻ നിൽക്കുന്നേ, അതില ഞാൻ സന്തോഷിക്കുന്നേ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഉറയ്ക്കുന്നേ. ഇതൊരു പ്രവാചകൻ തലേ കൈവച്ചാൽ കിട്ടത്തില്ല ഈ സുഖം. ഇത് വചനത്തിൽ കൂടെ കിട്ടത്തുള്ളൂ, മറക്കില്ലെന്ന്. ഇസ്രായേൽ പറയുക, എന്തോ പറഞ്ഞേ? 14 വാക്യം. സിയോൻ പറയുക, സിയോൻ പറയുക, യഹോവ എന്നെ എന്നാ ഇത് ഉപേക്ഷിച്ചെന്ന്. കാരണം പ്രവാസത്തിൽ കിടന്നാ പറയുന്നേ, പ്രവാസത്തിലാ കിടക്കുന്നേ. എവിടെ കിടക്കുന്നേ? പ്രവാസത്തിൽ കിടക്കുക. അവരുടെ ആരാധനാലയം നഷ്ടപ്പെട്ടു, അവരുടെ പട്ടണം നഷ്ടപ്പെട്ടു. അന്നത്തെ കാലത്ത് പ്രാചീന കാലങ്ങളിൽ ആ പട്ടണങ്ങൾ, ഓരോ പട്ടണത്തിനും കെട്ടുമതിലുണ്ട്, മതിലുകളുണ്ട്. പാളയത്തിന് പുറത്തു കൊണ്ടുപോയി എന്ന് വായിച്ചിട്ടില്ലേ? ഓരോന്നിനും പാളയമുണ്ട്. കുഷ്ഠരോഗിയായാൽ, രക്തസ്രാവം വന്നാൽ പാളയത്തിന് പുറത്തു പോകണം. എൻ്റെ അപ്പായെ ക്രൂശിക്കാൻ എങ്ങോട്ടാ കൊണ്ടുപോയേ? പാളയത്തിന് പുറത്ത്. ഈ പാളയത്തിൻ്റെ പുറമെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സെമിത്തേരി ഉണ്ടല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തൂങ്ങിച്ചാവുകയും വെള്ളമടിച്ച് ചാവുകയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടിടുന്ന സ്ഥലമുണ്ട്. അതിനെന്താ വെച്ചാ പറയുന്നത്? പാളയം പുറം, അതാ പച്ചയ്ക്ക് പറഞ്ഞ. പാളയത്തിനകത്ത് എല്ലാവരും സുരക്ഷിതരാ, മനസ്സിലായോ? പക്ഷെ ആ മതിലിനെ ഇവർ ചുട്ടുകളഞ്ഞു. ഈ ആരാധനാലയത്തെ അവർ കുപ്പക്കുന്നാക്കി. നമ്മൾ കാളയെ കൊണ്ട് കലപ്പ വെച്ചപ്പോൾ ഇവർ ആനയെ കൊണ്ട് എന്ത് ചെയ്തു? ശലോമോൻ നല്ല രീതിയിലാണ് പണിതത്. നല്ല സ്വർണമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. നമുക്കിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞാൽ പാവമാ. അതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു? ഇവിടെ ചെറുകെ പറയാം, എന്തോ ഉണ്ടായിരുന്നു. പണ്ടൊരാൾ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കയറി വാടാന്ന് പറഞ്ഞു. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ കയറി വാടാന്ന്. ഞാൻ വരത്തില്ല, ഞാൻ കുമ്പനാടുകാരനാന്ന് പറഞ്ഞു. ഞാൻ ആരാ? കുമ്പനാടുകാരനാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നീ കയറി, ഞാൻ വരത്തില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു, ഇതിനകത്ത് മൊത്തം സ്വർണ്ണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് മൊത്തം എന്തുവാ? അതവിടെ കിടക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവി ഞാൻ പറയാം, ഈ ആലയത്തിൽ മൊത്തം വിലപിടിപ്പുള്ള സംഭവം ഉണ്ടായിരുന്നു. ഇതിനെയല്ലേ ഇവന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? കലപ്പ വെച്ച് ഇളക്കി മറിച്ച് അടിസ്ഥാനത്തിൽ കിടന്നതെല്ലാം വാരിക്കൊണ്ടുപോയി. കാണാൻ കൊള്ളാവുന്നതിനെ, സൗന്ദര്യം ഉള്ളതിനെ, ആരോഗ്യമുള്ളതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ആ കൂട്ടത്തിലെ ദാനിയേലും ചന്ദ്രക്കും മേശക അഹേന്ദ്രവും എല്ലാം പോയത്. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ഇവർ പറയുകയാണ്, ഞങ്ങളുടെ യഹോവ ഞങ്ങളെ എന്നാ ചെയ്തു? ഉപേക്ഷിച്ചു. നമ്മൾ പറഞ്ഞില്ലേ, ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു. അടുത്തെന്താ? കർത്താവ് ഞങ്ങളെ എന്ത് ചെയ്തു? യഹോവയും വെളിപ്പെടുന്നുണ്ട്, കർത്താവും വെളിപ്പെടുന്നത്. കർത്താവ് എന്ന് പറയുന്നത് കർത്തൃത്വം ചെയ്യുന്നവൻ. ഞങ്ങളെ മറന്നു കളഞ്ഞു. അപ്പോഴാ ദൈവം പറഞ്ഞേ, 15-ാം വാക്യം, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ പോരെ ഇന്ന് രാത്രി ഇത് നീ മറന്നു എന്ന് പറഞ്ഞ്, എന്നെ ദൈവം മറന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ, ദൈവം പോലും എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ലല്ലോ എന്ന് 23-ാം ദിവസം നീ ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം നിങ്ങളോട് പറയുകയാ, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 16-ാമത്തെ വാക്യം. അടുത്ത സ്നേഹം നോക്കി. ഒന്നാമത്തെ സ്നേഹം എന്തുവാ? നമ്മുടെ കുറിവാക്യം, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ആ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ വായിക്കുകയാണ്, ഒരമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? സന്തോഷമുണ്ടോ ഇന്ന് രാത്രി? ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. സന്തോഷം ഇല്ലാത്തവരൊന്നും ഇതിനകത്ത് ഇല്ലെന്ന് എനിക്കറിയാം. സന്തോഷമുള്ളതുകൊണ്ടാണ് നിങ്ങൾ വന്നതും. അപ്പോൾ എന്തുകൊണ്ട് ഈ വചനത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. ഞാൻ പറഞ്ഞ വാക്കിലല്ല. ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളും ബലഹീനതകളും കുറവുകളൊക്കെ വന്നേക്കാം. പക്ഷെ നിങ്ങൾ അതിനെയല്ല നോക്കേണ്ടത്, ഈ വചനത്തെ നിങ്ങൾ നോക്കുക. വചനം പറയുകയാണ്, അമ്മ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിന്നെ എന്ത് ചെയ്യും?
അല്ല, അതിനപ്പുറം ഞാൻ നിന്നെ സ്നേഹിക്കും. അവർ മറന്നാലും ഞാൻ നിന്നെ എന്തു ചെയ്യും? പക്ഷെ 16-ാമത്തെ വാക്യത്തിൽ മറ്റൊരു സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ നിന്നെ എൻ്റെ എവിടെ അമ്മമ്മ വരച്ചേക്കുന്നേ? തലേ വരച്ചെന്ന് പറഞ്ഞോ? കാലെ വരച്ചെന്ന് പറഞ്ഞോ? കാൽവെള്ളയിൽ വരച്ചെന്ന് പറഞ്ഞോ? നോ നോ നോ. എൻ്റെ ഉള്ളം കൈയിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ, ഞാൻ വേഗം നിർത്താം. എവിടെ വരച്ചേക്കുന്നേ? നിങ്ങളുടെ ഉള്ളം കൈ ഒന്ന് നോക്കിക്കേ, എത്ര വരയുണ്ട്. ജാതകം പറയാൻ പോവല്ല, കണ്ടോ ഇല്ലേ? ചക്കയുടെ സീസൺ വന്നപ്പോൾ നിങ്ങൾ ചക്ക വെട്ടിയില്ലേ? കയ്യിൽ എന്തോ വന്നു? അരക്ക് വന്നു. നിങ്ങളെങ്ങനെയാ കളഞ്ഞേ? ആ പിച്ചാത്തിയിട്ട് എന്ത് ചെയ്തു? ഉരച്ചില്ലേ? കയ്യിലിട്ട്. ഇനിയും പോട്ടെ, കരിപ്പാത്രം കഴുകിയില്ലേ? കയ്യെ കരി വന്നപ്പോൾ എങ്ങനെയാ കഴുകിയേ? ആ സ്ക്രബ് ഇട്ട് എന്ത് ചെയ്തു? ഉരച്ചില്ലേ? ഇല്ലേ? നിങ്ങൾ അയ്യത്ത് പണി ചെയ്തില്ലേ? ഇല്ലേ ഷായിച്ച? ആ തക്കാളി നട്ടില്ലേ? കയ്യിൽ എന്തോ പറ്റി? നല്ല കൃഷിക്കാരനായിരിക്കുന്നു, ചെന്ന് നോക്കണോ വീടിൻ്റെ പുറകിൽ? എന്തോ പറ്റി? ചെളി പറ്റിയില്ലേ? കഴുകിയോ? കഴുകിയില്ലേ? ഉരച്ചോ? ഉരച്ചു. ഈ പാട് എവിടെങ്കിലും പോയോ? ഈ വര പോയോ പാസ്റ്ററെ? ഈ വര പോയോ? ബിജ കേറ്ററിങ് ചെയ്തപ്പോൾ ഈ കൈ എന്തുമാത്രം ഉരച്ചിട്ടുണ്ടില്ലേ? വര പോയോ? വര പോയില്ല. നമ്മളെല്ലാ ദിവസവും കുളിക്കാറുണ്ടല്ലോ, എല്ലാവരും കുളിക്കുന്നവരാണല്ലോ. കാരണം ചിലർ കുളിക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ്, നമ്മളെല്ലാവരും കുളിക്കുന്നവരാ. സ്പ്രേ അടിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം നോക്കിക്കേ, നമ്മൾ കുളിച്ചപ്പോൾ എത്ര പ്രാവശ്യം നമ്മുടെ കൈ കഴുകി. ഇനി പോട്ടെ, കുളിക്കത്തില്ലെങ്കിൽ ഫുഡ് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്തു? കഴിക്കുന്നതിന് മുമ്പ് കഴുകിയില്ലേലും കഴിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തു? പണ്ടൊരിക്കൽ എടുത്ത് ഹോട്ടലിൽ വന്നിട്ട് കൈ കഴിച്ചിട്ട് അവിടെ ഇരിക്കുക. ഞാൻ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ വരാം, നീ കൈ കഴുകാൻ പറഞ്ഞു. പുള്ളി പോത്തില്ല. ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ചോദിക്കാൻ മടി എവിടെ കൈ കഴുകുന്നതെന്ന്. കാരണം ചോദിച്ചാൽ ആൾക്കാർ എന്തൊക്കെ ഇവൻ കൈ കഴുകാതെ എന്ത് ചെയ്ത്? കൈ കഴുകിയിട്ടിരുന്നവന് പിന്നെ വാഷ് ബേസിൻ എവിടാന്ന്. അപ്പോൾ ഇങ്ങനെ കിടന്ന് നോക്കുമോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വാഷ് എന്നൊക്കെ. അപ്പം നോക്കിക്കേ, കൈ കഴുകിയില്ലേ? ഈ പാട് പോയോ? ഈ വര പോയോ? ഇല്ലല്ലോ. ആ വര അങ്ങനെ തന്നെ ഇല്ലേ? ഇനി എന്തെങ്കിലും ഈ വര ഇപ്പം 55 ആയപ്പോൾ ഈ വര 5 എണ്ണം കൂടിയോ? ജനിച്ചപ്പോൾ ഉള്ള വരയല്ലേ? അല്ലേ? ഒരെണ്ണം കുറഞ്ഞോ? ഒരെണ്ണം കൂടിയോ? ഉള്ളതിനെ ദൈവം അങ്ങനെ തന്നെ വെച്ചില്ലേ? ഇന്ന് രാത്രി ആമേൻ പറ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ ആഴമാ പറയുന്നേ. ഉള്ളം കൈയിൽ വര വരച്ചതുപോലെ നിന്നെ വരച്ചിട്ടിരിക്കുകയാ. എന്തൊക്കെ പ്രതിസന്ധി വന്നു തേച്ച് കളയാൻ, ഒരച്ച് കളയാൻ പിശാച് നോക്കിയിട്ടും ആ കൈവെള്ളയിൽ നിന്ന് മാഞ്ഞു പോകാതെ ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹമാണ്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ഒന്നാമത്തെ സ്നേഹം പുത്രനെ കാൽവറി കയറ്റി എന്ന. രണ്ടാമത്തെ സബ്ബായ കുറേ ആലിയ റൂട്ടുകളാണ് പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ക്രൂശാണെങ്കിൽ, ഒന്നാമത്തത് കാൽവറി ആണെങ്കിൽ, ഒന്നാമത്തത് ക്രിസ്തുവിൻ്റെ മരണമാണെങ്കിൽ, സ്നേഹത്തിൻ്റെ പ്രദർശനം വന്നതെങ്കിൽ അടുത്ത സബ് റൂട്ടിൻ്റെ ഒന്നാണ് അമ്മ മറന്നാലും അമ്മേക്കാൾ സ്നേഹിക്കുന്ന സ്നേഹം. 2 ഉള്ളംകൈയിലെ വര പോലെ വരച്ച സ്നേഹം. ഇതെന്തിനാണ് ഉള്ളം കൈയിൽ വരച്ച എന്ന് ഞാൻ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ അപ്പായോട് ചോദിച്ചപ്പോൾ അപ്പ എന്നോട് പറഞ്ഞു, മടക്കടാ വിരളെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ ഡിവൈസിൻ്റെ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇതെടുത്ത് ഞാൻ എന്ത് ചെയ്യുക? മടക്കുക. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ലൈവ് ചെയ്യുന്ന ആ മോൻ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഞാനിത് നുവർക്കണം.
ഞാനിത് മസിൽ പിടിച്ച് അല്ലെങ്കിൽ ഞാനിത് മടക്കി വെച്ചിടത്തോളം കാലം അവർക്ക് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കാൻ പറ്റില്ല. ഞാൻ എവിടെ ഇരിക്കുന്നേ? പറ പറ പറ. ഇത് കത്തണം അകത്ത് കയറി. ഞാൻ എവിടെ ഇരിക്കുന്നേ? ഞാൻ വഴി കിടക്കുന്ന ആളല്ല, ഞാൻ പുറംപറമ്പിൽ കിടക്കുന്ന ആളല്ല. ഒരിക്കൽ അവിടെ ആയിരുന്നു. പക്ഷെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തപ്പോ എന്നെ കൊണ്ടുവച്ച സ്ഥാനം കണ്ടോ? അവന്റെ ഉള്ളം കയ്യിലാണ്. അങ്ങനെങ്കിൽ ഞാൻ പറയാതെ, എന്റെ പെർമിഷൻ ഇല്ലാതെ അവൻ ആൽവിൻ ഇതിനെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെങ്കിൽ തമ്പുരാന്റെ പെർമിഷൻ ഇല്ലാതെ നിന്നെ തട്ടിപ്പറിക്കാൻ ഒരു പിശാചിനും പറ്റത്തില്ല. നന്നായി കരമടിച്ച് സ്തോത്രം ചെയ്യ. നീ ദേശത്തിലെ മന്ത്രവാദിയുടെ കയ്യിലല്ല ഇരിക്കുന്നേ, ശകുനവാദക്കാരന്റെ കയ്യിലല്ല നീ ഇരിക്കുന്നേ, കൂടോത്രക്കാരന്റെ കയ്യിലല്ല നീ ഇരിക്കുന്നേ, നിനക്ക് എന്നും തലവേദനയായ അയൽവക്കക്കാരന്റെ കയ്യിലല്ല നീ ഇരിക്കുന്നേ. നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞവന്റെ കയ്യിലല്ല നീ ഇരിക്കുന്നേ. നീ ഇരിക്കുന്നത് സ്വർഗത്തിലെ ആ അപ്പായുടെ കയ്യിലാ. അത് ഉള്ളം കയ്യിലാ. ഞാൻ പറഞ്ഞ നിങ്ങൾ 4 മണി വരെ ഇരുന്നാൽ ഞാൻ ഇവിടെ ഇരിക്കും. എവിടെ ഇരിക്കുന്നേ? സന്തോഷമുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ? തമ്പുരാൻ്റെ സ്നേഹം കണ്ടോ? അടുത്ത റൂട്ടാ. അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ എന്ത് ചെയ്യുക? വരച്ചിട്ടിരിക്കുക. ഞാൻ നിങ്ങളെന്നെ നോക്കി, ഈ കൈ ഞാൻ ഇങ്ങനെ വെച്ചു, ഈ വര താഴെ പോയില്ല. ഈ കൈ ഞാൻ ഇങ്ങനെ വെച്ചു, ഈ വര താഴെ പോയില്ല. ഈ കൈ ഞാൻ ഇങ്ങനെ വെച്ചു, ഈ പൊസിഷനിൽ വെച്ചു, ഈ വര താഴെ പോയില്ല. ഈ കൈ ഞാൻ 2 പ്രാവശ്യം കുടഞ്ഞു, ഈ വര താഴെ പോയില്ല. നീ താഴെ പോകാതെ ഇരിക്കാനാ ഉള്ളം കയ്യിൽ വരച്ചേക്കുന്നേ. സ്നേഹം കണ്ടോ? സ്നേഹം കണ്ടോ? ഇന്ന് രാത്രിയിൽ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടവർ ആലയത്തിലിരിക്കുന്ന, ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടവരാ ഈ ശബ്ദം കേൾക്കുന്ന. ഇന്ന് രാത്രി നിന്നെ തട്ടിപ്പറിക്കാൻ ഒരു മന്ത്രഭൂത പ്രേത ശക്തിക്കും കഴിയത്തില്ലെന്ന്. ഉള്ളം കയ്യിൽ എന്നെ വരച്ചു, ദിവ്യ ശാന്തി എന്നിൽ പകർന്നു. ഉള്ളം കയ്യിൽ ഉള്ളിൽ തന്റെ തൂവൽ കൊണ്ട് യേശുവാക്കുമാറാത്തോ. തന്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എന്റെ യേശുവാക്കുമാറാത്തോ. എന്ന് പറയാമോ? എന്റെ യേശുവാക്കുമാറാത്തോ, എന്റെ യേശുവാക്കുമാറാത്തോ, എന്റെ യേശുവാക്കുമാറത്തില്ല. ഇന്ന് രാത്രി ഇല്ലെന്നേ. എന്റെ യേശുവാക്കുമാറാത്തോ. ഇവൻ മാറും പിന്മാറും മർത്യരെല്ലാം വാക്കുമാർ. എന്റെ യേശുവാക്കുമാറാത്തോ എന്ന് പറഞ്ഞേ. മൺമാറും പിന്മാറും മർത്യരെല്ലാം വാക്കുമാർ. എന്റെ യേശുവാക്കുമാറാത്തോ. ഉറപ്പുണ്ടോ പ്രിയരെ? ദൈവം നമ്മളെ വരച്ചിട്ടിരിക്കുക. ഇത് മടക്കിയാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല പാസ്റ്ററെ. ഇത് തട്ടിപ്പറിക്കാൻ എത്ര പേര് നോക്കിയെന്നറിയാമോ? ഒരു കുഞ്ഞിൻ്റെ കയ്യിരിക്കുന്ന ഒരു അപ്പം ഒരു കാക്ക വന്ന് തട്ടിപ്പറിക്കുന്ന പോലെ. പക്ഷെ തമ്പുരാൻ നമ്മളെ മടക്കി പിടിച്ചേക്കുക. ഈ മടക്കി പിടിച്ചത് കൊണ്ടാ നീ ശവപ്പെട്ടിക്കത് കയറാതെ പോയത്. ഇങ്ങനെ മടക്കി പിടിച്ചത് കൊണ്ടാ പരാശ്രയം കൂടാതെ മക്കളോ കൊച്ചുമക്കളോ കൈക്ക് പിടിക്കാതെ ഇതിനകത്ത് കയറിയിരിക്കുന്നേ. ഇങ്ങനെ മടക്കി പിടിച്ചത് കൊണ്ടാ ഇന്ന് രാവിലെ 70 പണി നിന്റെ വീട്ടിൽ നീ ചെയ്തത്.
ഇങ്ങനെ മടക്കി പിടിച്ചത് കൊണ്ട് അമ്മേ നീ ഒരു വിധവയാകാതെ ഇന്നും ഇരിക്കുന്നേ. കൊച്ചോൻ പാസ്റ്റർ പെങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ആൻറ്റിക്ക് എന്താ ഇത്ര വലിയ സാക്ഷിയെന്ന്. 2 കൈയും 2 കാലും ഒടിഞ്ഞ സ്ത്രീയാ. ദൈവം മടക്കി പിടിച്ചത് കൊണ്ടാ ആ കുടുംബം ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നേ. കണ്ടോ സ്നേഹം, കണ്ടോ സ്നേഹം, കണ്ടോ എത്ര വട്ടം ദൈവം മടക്കി പിടിച്ചു. ഇയ്യോബിനെ മടക്കി പിടിച്ചില്ലേ? അതുകൊണ്ടല്ലേ ഗേറ്റേ വന്ന് നോക്കിയിട്ട് മറ്റേ പുള്ളി പോയേ. ദൈവത്തിൻ്റെ സന്നിധി സാത്താൻ ചെന്നപ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരിക? ഞാൻ ഭൂമി മൊത്തം ഊടാടി സഞ്ചരിച്ച് വരിക. അടുത്ത ചോദ്യം, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി ചെന്നോന്ന് ചോദിച്ചോ? അവൻ്റെ വീട്ടിൽ പോയോന്ന് ചോദിച്ചോ? ഇല്ല. നോക്കിയോന്നല്ലേ ചോദിച്ചേ? നോക്കണമെങ്കിൽ പോണോ? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഷായിച്ചാൻ്റെ വീട്ടിൽ ആമേൻ നോക്കിയാൽ മതിയല്ലോ, പോകണോ? ദൈവത്തിനറിയാം ഇവന് കയറാൻ പറ്റത്തില്ല എന്ന്. പിന്നെ വെളിയിൽ നിന്ന് നാണമില്ലാതെ നോക്കിയോ എന്നാ ചോദിച്ചേ. അന്നേരം പുള്ളി പറഞ്ഞേ, എന്നാ ചോദ്യരാ പറയുന്നത്? നീ അവന് ചുറ്റും എന്ത് ചെയ്യിക്കുക? അർത്ഥം, നീ അവനെ വകച്ചിരിക്കുകയല്ലേ, നീ അവനെ വരച്ചിരിക്കുകയല്ലേ, നീ അവനെ മുറുകെ പിടിച്ചിരിക്കുകയല്ലേ, നീ അവനെ ചുരുട്ടി പിടിച്ചിരിക്കും. ഓ ജീസസ്, ആമേൻ, ആമേൻ, ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ലിജിയും കൂടെ പാലക്കാട്ടേക്ക് പോകുന്ന വഴിക്ക് കുതിരാൻ കയറി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് രാത്രി 2 മണി കഴിഞ്ഞു. ഞാനവളും തന്നെ ഉള്ളൂ, അന്നിവന്മാരൊന്നും ഉണ്ടായിട്ടില്ല. ഇറങ്ങി പോകുന്ന വഴിക്ക് ഞാൻ ഉറങ്ങിപ്പോയി. നല്ല ഇറക്കമാ. ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് വണ്ടി വലിയ തോട്ടിലോട്ടാണ്, 6 പോണക്കുള്ള സ്ഥലത്തോട്ട് ഞാൻ ചാടുക. ഇവളെന്നൊക്കെ ഒരു ഒറ്റ അടിയാ. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു വീല് വെളി നിൽക്കുക. അന്ന് ദൈവം സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 2 പേരും തീർന്നാനേ. പക്ഷെ ദൈവം നമ്മെ വഹിച്ചില്ലേ. എത്ര കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടുന്നെല്ലാം രക്ഷപ്പെട്ടത് അവൻ്റെ ഉള്ളം കയ്യിൽ വകച്ചതുകൊണ്ടാ. അപകടം വരാഞ്ഞിട്ടല്ല, പ്രതികൂലം വരാഞ്ഞിട്ടല്ല, പ്രതിസന്ധി വരാഞ്ഞിട്ടല്ല, പോരാട്ടമില്ലാഞ്ഞിട്ടല്ല, ബന്ധനമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവൻ നമ്മെ ഉള്ളം കയ്യിൽ, സ്തോത്രം പറ, സ്തോത്രം പറ. എൻ്റെ അമ്മമ്മേ, മിനിമമ്മേ, നീ എഴുന്നേറ്റ് നടക്കുന്നത് അവനെ ദൈവം നിന്റെ കയ്യിൽ, ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നത് കൊണ്ടാ. ഇനി അതറിയണമെങ്കിൽ നിങ്ങളെപ്പോലൊരാളിനെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കാണത്തില്ല, പക്ഷെ ഇന്നും നടക്കുന്നെങ്കിൽ അത് ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാ. ദൈവത്തിൻ്റെ സ്നേഹം. ഞാനെങ്ങനെ ഇന്ന് പറഞ്ഞ അങ്ങ് പോവും. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ. ഈ അപ്പായെ വിട്ടു പോകല്ലോ കേട്ടോ. എന്ത് വന്നാലും എന്ത് ചെയ്യരുത്, ഈ അപ്പായെ വിട്ടു പോകരുത്. ഇതറിയാത്തത് കൊണ്ടാണ്, ഈ വചനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ യേശുവിനെ വിളിക്കേണ്ടതിന് പകരം വേറെ പലരെ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. കേട്ടില്ലേ കഴിഞ്ഞ ദിവസം 12 ഒരുത്തം വിളിച്ചത്? യേശു ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ യേശുവിൻ്റെ സ്നേഹം നോക്കിക്കേ. ഇസ്രായേൽ പറയുക, ദൈവം ഞങ്ങളെ മറന്നു, കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചു. പക്ഷെ ആ വാക്കിൽ സ്വർഗം ഇടപെട്ടു. സ്വർഗം പറയുക, ഇല്ല, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. സ്തോത്രം പറ, സ്തോത്രം പറ. അടുത്തത് പറയുക, നിന്നെ എൻ്റെ കയ്യിൽ, എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുക, വരച്ചിരിക്കുകയാ. അമ്മയുടെ സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹമാ. യോഗ്യത നോക്കാതെ, തെറ്റുകൾ നോക്കാതെ സ്നേഹിക്കുന്ന സ്നേഹമാ അമ്മയുടെ സ്നേഹം. അമ്മയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത കണ്ടോ? ഉപാധികളില്ല, ഉപാധികളില്ല. ഇന്ന് എനിക്ക് 1000 രൂപ കൊണ്ടുത്താൻ ഞാൻ നിന്നെ അടുത്ത 24 മണിക്കൂർ കൊണ്ട് ഞാൻ സ്നേഹിക്കാം, കൊടുത്തില്ലേലും സ്നേഹിക്കും. അടുത്ത തവണ ഞാൻ നോട്ട് ചെയ്തത്, യോഗ്യത നോക്കാതെ, ഒരു യോഗ്യതയുമില്ല, പക്ഷേ അമ്മ എന്ത് ചെയ്യും, സ്നേഹിക്കും. ചിലപ്പോൾ ചർച്ചക്കാർ യോഗ്യതയില്ല പറഞ്ഞ് മാറ്റി നിർത്തും. ഇവന് വലിയ കഴിവില്ല, ഇവൻ വലിയ ഗുണമില്ല, ഇവൻ രോഗിയാ എന്നൊക്കെ മാറ്റി നിർത്തും. പക്ഷേ അമ്മ ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യത്തില്ല.
അപ്പോൾ കർത്താവ് നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറ്റി വയ്ക്കത്തില്ല. അടുത്ത അമ്മയുടെ പ്രത്യേകതയാണ് തെറ്റുകൾ വക വയ്ക്കാതെ സ്നേഹിക്കും. ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ വെറുക്കും. ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ തെറ്റ് ചെയ്താൽ അവൾ എന്നെ വെറുക്കും. നേരെ അവൾ ഓടും എങ്ങോട്ടെന്നറിയാമോ? ഫാമിലി കോർട്ടിലോട്ട് പോകും. എനിക്ക് ഇവനെ വേണ്ടെന്നും പറഞ്ഞു. പക്ഷെ തെറ്റ് കിടക്കുമ്പോഴും അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയുടെ സ്നേഹം ഭയങ്കരമാണ്. പക്ഷെ കർത്താവ് പറയുക, ഈ അമ്മയേക്കാൾ തെറ്റുകൾ കിടന്നിട്ടും ഉപാധികൾ കാണാതെ യോഗ്യത നോക്കാതെ, അതിനല്ലേ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ കണ്ടോ തിരഞ്ഞെടുത്തെന്ന്. നമ്മൾ ആരായിരുന്നു? ഭോഷന്മാരായിരുന്നു, ഗുണമില്ലാത്തവരായിരുന്നു, പ്രയോജനമില്ലാത്തവരായിരുന്നു. ഒനോസിമോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞില്ലേ, ഫിലോമോനെ ലേഖനം എഴുതിയപ്പോൾ, മുമ്പ് അവന് നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ക്രിസ്തു അവന്റെ ഉള്ളിൽ വന്നപ്പോൾ നിനക്കും എനിക്കും അവൻ ആരായി മാറി. സ്നേഹത്തിന്റെ ആർദ്രത കണ്ടോ? നമ്മളെ ദൈവം സ്നേഹിക്കുന്നതിന്റെ ആഴം കണ്ടോ? നമുക്ക് ഇന്ന് രാത്രി ഈ ദൂതുമായിട്ട് പോകാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ ദൈവവചനത്തിനായി, ദൈവശക്തിക്കായി സ്തോത്രം. ആ വചനത്തെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. നീ ഞങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങളെ വരച്ച് കാണിച്ചു. പൗലോസിൻ്റെ ഭാഷയിൽ ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നു പറഞ്ഞു. കർത്താവിൻ്റെ സ്നേഹത്തെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി വരച്ച് കാണിച്ചതിനായി സ്തോത്രം. അപ്പോൾ അങ്ങ് കാൽവറിയിൽ അങ്ങയുടെ പുത്രനെ തന്നതാണ് ഒന്നാമത്തെ സ്നേഹം. അതിൻ്റെ റൂട്ടുകളായി 2 റൂട്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. ഒന്നാമത്തെ റൂട്ട് കർത്താവിനെ ഞങ്ങൾക്ക് തന്ന പുത്രനെ ഞങ്ങൾ തന്നതാണ്. എന്നാൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് 2ാമത്തെ റൂട്ട് കർത്താവെ അമ്മയെക്കാളുള്ള സ്നേഹം. ആമേൻ, അമ്മയെക്കാളുള്ള സ്നേഹം. 3ാമത്തെ റൂട്ട് ഞങ്ങൾക്ക് തന്നു, അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വരച്ച് സ്നേഹിച്ചു. അപ്പാ അത് മതി അപ്പാ. ഇന്ന് രാത്രി ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന സ്നേഹത്തിന് കൃപയ്ക്ക് നന്ദി എന്ന് പറഞ്ഞാട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട ഈ മക്കളെ ഞാൻ പ്രാർത്ഥിച്ചയക്കുന്നു. നാളെ ഞങ്ങൾക്ക് ഒരുമിച്ച് 24ാം ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കൃപ ചെയ്യണം. ഇന്ന് രാത്രി വന്ന പ്രിയപ്പെട്ടവരെ വചനത്തിൽ ഉറപ്പിച്ചു വിട്ടാട്ട് അടിയനെയും ബലപ്പെടുത്തണം, ഉറപ്പിക്കണം, ശക്തിപ്പെടുത്തണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് മറുപടി തരണം. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ.